ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം HMIS സെലക്ഷൻ ഗൈഡ് ലൈനുകളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ ലേണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തോടെ HMIS സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനുള്ള ABDMന്റെ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ABDM എനേബിൾ ചെയ്തിട്ടുള്ള ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ HMIS തിരിച്ചറിയുക. ഉചിതമായ HMIS ആപ്ലിക്കേഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് പഠിക്കുക. രോഗിയുടെ ഹെൽത്ത് റെക്കോർഡുകൾ, ക്ലിനിക്കൽ, സാമ്പത്തിക, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ്, മെഡിക്കേഷൻ മുതലായവ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് HMIകൾ. ഒരു ആശുപത്രിയിലോ ഡോക്ടറുടെ ക്ലിനിക്കിലോ ഉള്ള ഓപ്പറേഷനുകൾ. ഒരു നല്ല HMIകൾ തിരഞ്ഞെടുക്കുന്നത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന തീരുമാനമാണ്. ധാരാളം HMIS ഉൽപ്പന്നങ്ങൾ ഉണ്ട്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിമുട്ടാണ്. HMIS ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം, സവിശേഷതകൾ, ഉപയോഗക്ഷമത, വിലനിർണ്ണയം എന്നിവയിൽ ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതിനാൽ ശരിയായത് തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. NHA ഒരു ABM സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്, കൂടാതെ നിരവധി HMIS ആപ്ലിക്കേഷനുകൾ ഇതിനകം ABM എനേബിൾ ചെയ്തിട്ടുണ്ട്. HMIS പരിഹാരങ്ങൾക്കായുള്ള മിനിമം പ്രായോഗിക ഉൽപ്പന്നം അല്ലെങ്കിൽ MVP ഗൈഡ് ലൈനുകളും NHA പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ലിങ്ക് സന്ദർശിക്കുന്നതിലൂടെ അംഗീകൃത HMIS കമ്പനികളുടെ പൂർണ്ണ പട്ടിക നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്ലിനിക്കുകൾക്കും ആശുപത്രികൾക്കും അനുയോജ്യമായ HMIS തിരഞ്ഞെടുക്കുന്നത് പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതുമായ തീരുമാനമാണ്. ശരിയായ HMIS സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതിന് നിങ്ങൾ പരിഗണിക്കാവുന്ന 5 പ്രധാന ഗൈഡ് ലൈനുകൾ ഇതാ. നമുക്ക് അവ ഓരോന്നും വിശദമായി നോക്കാം. ആദ്യം, HMIS ആപ്ലിക്കേഷന്റെ പ്രവർത്തന സവിശേഷതകൾ ക്ലിനിക്കിന്റെയും ആശുപത്രിയുടെയും ആവശ്യകതകൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുക. ക്ലിനിക്കുകൾക്കും ആശുപത്രികൾക്കുമായുള്ള ഏറ്റവും പ്രസക്തമായ HMIS സവിശേഷതകളുടെ ഒരു ലിസ്റ്റ് കണ്ടെത്താൻ ABDM പങ്കാളിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തതായി, ശക്തമായ ബാക്കപ്പ്, ശക്തമായ ഡാറ്റാ സെക്യൂരിറ്റി, ഡാറ്റ പ്രൈവസി തുടങ്ങിയ സവിശേഷതകളുള്ള ഒരു ക്ലൗഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയറാണെന്നും ഡോക്ടറുടെ അനുമതിയില്ലാതെ രോഗിയുടെ ഡാറ്റ ഷെയർ ചെയ്യുന്നില്ലെന്നും ഉറപ്പാക്കുക. അടുത്തതായി, സോഫ്റ്റ്വെയർ കമ്പനിക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനുകളുടെ വിജയകരമായ ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നും സന്തുഷ്ട ഡോക്ടറും ആശുപത്രി ഉപഭോക്താക്കളും ഉണ്ടെന്നും ഉറപ്പാക്കുക. കൂടാതെ, സോഫ്റ്റ്വെയർ കമ്പനിക്കോ അതിന്റെ പങ്കാളികൾക്കോ ഇനീഷ്യൽ ഇംപ്ലിമെന്റേഷനിൽ സഹായിക്കാനും തുടർച്ചയായ സപ്പോർട്ട് നൽകാനും കഴിയുമെന്ന് ഉറപ്പാക്കുക. അവസാനം, ക്ലിനിക്കുകളുടെയും ആശുപത്രികളുടെയും മുൻകൂർ സോഫ്റ്റ്വെയർ കോസ്റ്റ്, ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്, ഓൺഗോയിങ് കോസ്റ്റ് എന്നിവ തിരിച്ചറിയുക. HMIS നടപ്പിലാക്കുന്നതിന് കുറച്ച് എഫേർട്ട് ആവശ്യമാണ്, പക്ഷേ ഇത് സാധാരണയായി വൺ ടൈം എഫേർട്ട് ആണ്. നിങ്ങൾക്ക് HMIS സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും രോഗികൾക്കും ധാരാളം പ്രയോജനങ്ങൾ ഉണ്ടാകും. അതിനാൽ മുന്നോട്ട് പോയി പുതിയ മാറ്റങ്ങൾ സ്വീകരിക്കുക. ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം. ക്ലിനിക്കുകൾക്കും ആശുപത്രികൾക്കുമായുള്ള HMIS സോഫ്റ്റ്വെയറിന്റെ പ്രാധാന്യം, ABDM എനേബിൾ ചെയ്ത HMIS സോഫ്റ്റ്വെയറിന്റെ ഗൈഡ് ലൈനുകൾ മനസ്സിലാക്കൽ, ഉചിതമായ HMIS സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉൾക്കാഴ്ച. ABDMനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ABDM വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക.